മകരവിളക്കിന് സന്നിധാനത്തും പമ്പയിലും സുരക്ഷ ശക്തമാക്കാൻ പോലീസ്. വിശേഷങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുന്നുണ്ട് സന്നിധാനത്തു നിന്നും. ശ്യാം, ശബരിമല മകരവിളക്കിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. സുരക്ഷാ ക്രമീകരണങ്ങൾ, ഒപ്പം മകരവിളക്കിന് മുന്നോടിയായിട്ടുള്ള ശബരിമലയിലെ ക്രമീകരണങ്ങൾ. ഇന്ന് പോലീസ് മേധാവി DGP സന്നിധാനത്തെത്തുന്നുണ്ട്. അദ്ദേഹം വിവിധ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമഗ്ര വിവരങ്ങൾ. മിനിഷ, ശബരിമലയിൽ മകരവിളക്കിന് 2 നാൾ ശേഷിക്ക് വിപുലമായ ക്രമീകരണങ്ങളാണ് സന്നിധാനത്തും പരിസരത്തുമായി ദേവസ്വം ബോർഡും പോലീസും ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും കനത്ത സുരക്ഷയിൽ തന്നെയാണ് പോലീസും. മകരവിളക്കിന് തലേന്നും മകരവിളക്ക് ദിനവും വലിയ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ തീർത്ഥാടകരെ ഇങ്ങോട്ടേക്ക് വരുന്നൊരു സാഹചര്യമുണ്ട്. നിലവിൽ സ്പോട്ട് ബുക്കിംഗ് നിർത്തലാക്കിയെങ്കിലും വെർച്വൽ ക്യൂവിൽ നിയന്ത്രണം പരിമിതപ്പെടുത്തിയെങ്കിലും എല്ലാം തന്നെ കൂടുതൽ തീർത്ഥാടകർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ തന്നെ സന്നിധാനത്തും പരിസരത്തും കൂടുതൽ ക്രമീകരണങ്ങളെല്ലാം തന്നെ ദേവസ്വം ബോർഡും അതോടൊപ്പം ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് ഒരുക്കി വരികയാണ്. എന്തായാലും ഇങ്ങോട്ടേക്ക് സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തുന്ന തീർത്ഥാടകരെ ഒരു കാരണവശാലും നിലവിൽ സ്പോട്ട് ബുക്കിംഗ് അടക്കമില്ലെങ്കിൽ പോലും തിരിച്ചയക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് നിലവിൽ ബന്ധപ്പെട്ട വകുപ്പുകളും ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് പ്രതിനിധികളും എല്ലാം ചേർന്നെടുത്തിരിക്കുന്ന തീരുമാനം. ഒപ്പം തന്നെ പ്രധാനമായും ഈ മകരവിളക്ക് ദർശനത്തിന് ശേഷം മലയിറങ്ങുമ്പോഴേക്കും പൊടുന്നനെയുണ്ടാകുന്ന തിക്കിലും തിരക്കും ഉണ്ടാകാതിരിക്കാനുള്ള കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ അത് ലഘൂകരിച്ചുകൊണ്ട് പമ്പയിലേക്ക് എത്തിച്ചേരാനും അവിടെ നിന്ന് ബസ് മാർഗം വിവിധ നിലയ്ക്കലിലേക്ക് എത്തി അവരുടെ വാഹനങ്ങളിലെല്ലാം തന്നെ തിരികെ മടങ്ങിപ്പോകുന്നതിനടക്കമുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും പമ്പയിലേക്കുള്ള പ്രധാനപ്പെട്ട വഴികൾ, സന്നിധാനത്തു നിന്നുള്ള വഴികളെല്ലാം തന്നെ വെളിച്ചം, വൈദ്യുതിയും മറ്റ് സംവിധാനങ്ങളും പാത വെട്ടിത്തെളിച്ചുമെല്ലാം തന്നെ കൂടുതൽ വിപുലമായ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ സന്നിധാനത്തേക്ക് തീർത്ഥാടകരുടെ ഒരു തിരക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നാളെയുമായിട്ട് ഇവിടെ തീർത്ഥാടകർ തമ്പടിക്കുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ ക്രമീകരണങ്ങൾ. അതിനാൽ തന്നെ ഈ സന്നിധാനത്തും തിരുമുറ്റത്തും പരിസര പ്രദേശങ്ങളിൽ നിന്നും മാറി ഈ തീർത്ഥാടകരെ മറ്റിടങ്ങളിലേക്ക് വിരമിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നൽകുന്നത്. ഇവർ പാണ്ടിത്താവളം, അപ്പാച്ചിമേട്, ശരംകറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ പർണശാലകൾ കെട്ടിക്കൊണ്ട് ഇത്തരത്തിൽ ഈ മകരജ്യോതി ദർശനത്തിനായി കാത്തിരിക്കും. എന്തായാലും ഇത്തവണ മകരജ്യോതി ദർശനം എന്ന് പറയുന്നത് പുലർച്ചെ 15-ന് പുലർച്ചെ 2:30-നാണ്. ഈ 2:30-ന് മകരജ്യോതിക്ക് ശേഷമാണ് വൈകിട്ട് 6 മണിയോടുകൂടി തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന. ഇതിനുശേഷമായിരിക്കും മകരവിളക്ക് നടക്കുക. എന്തായാലും അന്ന് 5 മണിയോടുകൂടി ശരംകത്തിയിലെത്തുന്ന തിരുവാഭരണ പേടകത്തെ തന്ത്രിയും അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ ചേർന്ന് 18-ാം പടിയിൽ സ്വീകരിക്കും. ഇതിനുശേഷം തന്ത്രിയും മേൽശാന്തിയും ചേർന്നുകൊണ്ട് 18-ാം പടിയിൽ നിന്നുകൊണ്ട് സോപാനത്തേക്ക് ഈ തിരുവാഭരണത്തെ ആനയിച്ചുകൊണ്ടുള്ള സന്ധ്യാദീപാരാധനയ്ക്ക് ശേഷം ആണ് മകരവിളക്ക് നടക്കുക. എന്തായാലും ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം നടക്കുമ്പോൾ കൂടുതൽ പൂജകളെല്ലാം തന്നെ ഇന്ന് നടക്കുകയും ചെയ്യും. എന്തായാലും വിപുലമായ ക്രമീകരണങ്ങളാണ് സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത്. ദിൽഷ. ശരി, ശ്യാമപ്രസാദാണ് ശബരിമലയിലെ മകരവിളക്കുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളും അത് സംബന്ധിച്ച സമഗ്ര വിവരങ്ങളും നൽകിയത്.